മോസർ ബെയർ എന്ന പേര് ഒരു തലമുറയുടെ ഡിജിറ്റൽ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു. കമ്പ്യൂട്ടറിലെ ഡാറ്റ സൂക്ഷിക്കാനും സിനിമകൾ കാണാനും പാട്ടുകൾ കേൾക്കാനും ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്യാനും നമ്മൾ എല്ലാവരും ആശ്രയിച്ചിരുന്നത് ഈ ബ്രാൻഡിന്റെ സിഡികളെയും ഡിവിഡികളെയും ആയിരുന്നു. വെറും ഒരു സിഡി നിർമ്മാണ കമ്പനി എന്നതിലുപരി ഇന്ത്യയുടെ സാങ്കേതിക വളർച്ചയുടെ ഒരു പ്രതീകമായി മോസർ ബെയർ നിലകൊണ്ടിരുന്നു. എന്നാൽ ഒരു വ്യാവസായിക ഭീമന്റെ ഈ തിരോധാനം കേവലം ഒരു കമ്പനിയുടെ പരാജയം മാത്രമല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിന്റെ അന്ത്യം കൂടിയാണ് അടയാളപ്പെടുത്തുന്നത്. 1983 ദീപക് പുരി സ്ഥാപിച്ച മോസർ ബെയർ ഇന്ത്യ ലിമിറ്റഡ് തുടക്കത്തിൽ ടൈപ്പ്റൈറ്റർ റിബണുകളും ഫ്ലോപ്പി ഡിസ്കുകളും നിർമ്മിക്കുന്ന ഒരു ചെറിയ കമ്പനിയായിരുന്നു. എന്നാൽ 1990കളുടെ അവസാനത്തോടെ സാങ്കേതിക വിദ്യയുടെ മാറ്റം മുൻകൂട്ടി കണ്ട് അവർ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയയിലേക്ക് ശ്രദ്ധ തിരിച്ചു. 1999 CDR ഡിസ്കുകളുടെ നിർമ്മാണത്തിനായി ഒരു ഹൈ കപ്പാസിറ്റി പ്ലാന്റ് സ്ഥാപിച്ചു. ഈ നീക്കം ഒരു വഴിത്തിരിവായി. ഇന്ത്യയിൽ CD, DVD എന്നിവയുടെ ഉപയോഗം വർദ്ധിച്ചു വന്ന ഒരു സമയത്താണ് മോസർ ബെയർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. 2000 154 കോടി രൂപയായിരുന്ന കമ്പനിയുടെ വരുമാനം 2004 ആയപ്പോഴേക്കും 1500 കോടി രൂപയായി കുതിച്ചുയർന്നു. വെറും 4 വർഷം കൊണ്ട് വരുമാനത്തിൽ 10 മടങ്ങ് വർധനവാണ് ഉണ്ടായത്. ഈ അതിവേഗ വളർച്ച മോസർ ബെയറിനെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയ നിർമ്മാതാക്കളായി മാറ്റി. 2007ഓടെ 82 രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു ആഗോള ഭീമനായി അവർ വളർന്നു. കുറഞ്ഞ വിലയിൽ ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കിയതാണ് മോസർ ബെയറിന്റെ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകം. മോസർ ബെയർ അതിന്റെ സുവർണ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആഗോള സാങ്കേതിക വിദ്യയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. സിഡികളുടെയും ഡിവിഡികളുടെയും ആവശ്യം ക്രമേണ കുറഞ്ഞു തുടങ്ങി. ഈ മാറ്റം അപ്രതീക്ഷിതമായിരുന്നില്ല. സിഡികളെക്കാൾ വേഗത്തിലും എളുപ്പത്തിലും ഡാറ്റ കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്ന USB ഡ്രൈവുകൾ വിപണിയിൽ എത്തിയതോടെ ഉപഭോക്താക്കൾ സിഡികളെ ഉപേക്ഷിച്ചു തുടങ്ങി. ഇവയുടെ റീറൈറ്റബിൾ സ്വഭാവം കൂടുതൽ ആകർഷകമായി. ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷനുകളുടെ ലഭ്യത വർദ്ധിച്ചതോടെ ഡാറ്റ ഓൺലൈനായി കൈകാര്യം ചെയ്യുന്ന പ്രവണത തുടങ്ങി. ഫയൽ ഷെയറിംഗ് വെബ്സൈറ്റുകളും ക്ലൗഡ് സ്റ്റോറേജുകളും ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റി. യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വീഡിയോ പോലുള്ള വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ വന്നതോടെ സിനിമകൾ DVDകളിൽ കാണുന്ന രീതി ഇല്ലാതായി. സമാനമായി സ്പോട്ടിഫൈ, ഗാന, ആപ്പിൾ മ്യൂസിക് തുടങ്ങിയ മ്യൂസിക് സ്ട്രീമിംഗ് സേവനങ്ങൾ സംഗീത വ്യവസായത്തെ അടിമുടി മാറ്റിമറിച്ചു. വലിയ അളവിലുള്ള ഡാറ്റ സൂക്ഷിക്കാൻ CD, DVD എന്നിവയേക്കാൾ വേഗവും കാര്യക്ഷമതയുമുള്ള ഹാർഡ് ഡിസ്ക് ഡ്രൈവുകളും SSDകളും അതും വിലക്കുറവിൽ സാധാരണക്കാർക്ക് ലഭ്യമായി തുടങ്ങി. ഈ സാങ്കേതിക മാറ്റങ്ങളെ മോസർ ബെയർ ഒരു പരിധിവരെ മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ടാണ് അവർ ഫ്ലാഷ് മെമ്മറി, സോളാർ ഉൽപ്പന്നങ്ങൾ എന്നിവയിലേക്ക് ഡൈവേഴ്സിഫിക്കേഷൻ നടത്താൻ ശ്രമിച്ചത്. പക്ഷേ ഈ നീക്കങ്ങൾ വിജയിച്ചില്ല. വളർന്നു വരുന്ന ഡിജിറ്റൽ ഭീഷണികളെ നേരിടാൻ മോസർ ബെയർ 2 പ്രധാന തന്ത്രങ്ങൾ സ്വീകരിച്ചു. കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കുന്നതിനായി കമ്പനി ഉൽപാദനശേഷി വർദ്ധിപ്പിച്ചു. പക്ഷേ ഈ നീക്കം വലിയ കടബാധ്യതയിലേക്ക് നയിച്ചു. ആഗോള ഡിമാൻഡ് കുറഞ്ഞപ്പോൾ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കാതെ വന്നത് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. വളർന്നു വരുന്ന സോളാർ മേഖലയുടെ സാധ്യതകൾ മനസ്സിലാക്കി മോസർ ബെയർ വലിയ നിക്ഷേപം നടത്തി. 2007 $150 മില്യൺ ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ടുകൾ പുറത്തിറക്കി. എന്നാൽ ഈ രംഗത്തും അവർക്ക് ചൈനീസ് നിർമ്മാതാക്കളിൽ നിന്ന് കടുത്ത മത്സരം നേരിടേണ്ടി വന്നു. കുറഞ്ഞ വിലയിൽ ചൈനീസ് സോളാർ പാനലുകൾ ലഭ്യമായപ്പോൾ മോസർ ബെയറിന്റെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ പിന്നിലായി. ഈ തന്ത്രപരമായ പിഴവുകളും കടുത്ത മത്സരവും കമ്പനിയെ സാമ്പത്തികമായി തളർത്തി. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി സ്ഥിതി കൂടുതൽ വഷളാക്കി. കമ്പനിയുടെ വരുമാനം കുറയുകയും ലാഭം ഇല്ലാതാവുകയും ചെയ്തു. വൻതോതിലുള്ള കടബാധ്യത കമ്പനിക്ക് തിരിച്ചടിയായി. ബാങ്കുകളിൽ നിന്നുള്ള കടം തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്നതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായി. 2016 മോസർ ബെയർ കോർപ്പറേറ്റ് ഡെറ്റ് റീസ്ട്രക്ചറിംഗ് പ്രക്രിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. കടം തിരിച്ചടയ്ക്കാൻ സാധിക്കാത്തതിനാൽ ബാങ്കുകൾ ലീഗൽ നടപടികൾ ആരംഭിച്ചു. തൊഴിലാളികൾക്ക് ശമ്പളം നൽകാൻ പോലും കമ്പനി വിഷമിച്ചു. കടബാധ്യത താങ്ങാനാവാതെ വന്നതോടെ 2017 നവംബർ 14 മോസർ ബെയർ ഇന്ത്യ ലിമിറ്റഡിനെതിരെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ പാപ്പരത്ത നടപടികൾക്ക് ഉത്തരവിട്ടു. കമ്പനിയെ പുനരുജ്ജീവിപ്പിക്കാൻ ഒരു നിക്ഷേപകനെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. 2018 സെപ്റ്റംബർ 20 കമ്പനി ലിക്വിഡേഷന് വിധേയമാക്കാൻ NCLT ഉത്തരവിട്ടു. അതായത് കമ്പനിയുടെ ആസ്തികൾ വിറ്റ് കടങ്ങൾ വീട്ടുക എന്ന അവസ്ഥ. ഒരു കാലത്ത് ഇന്ത്യയുടെ സാങ്കേതിക ലോകത്ത് തിളങ്ങി നിന്ന മോസർ ബെയർ എന്ന പേര് അങ്ങനെ പൂർണ്ണമായും ഇല്ലാതായി. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. മോസർ ബെയറിനെതിരെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഉയർന്നു വന്നു. 2019 ഓഗസ്റ്റ് 16 സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ 354 കോടി രൂപയുടെ ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കമ്പനിക്കും അതിന്റെ ഡയറക്ടർമാർക്കുമെതിരെ പരാതി നൽകി.
ഇത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾക്ക് വഴിവെച്ചു. എന്നാൽ അടുത്തിടെ ഒരു ഡൽഹി കോടതി ഈ കേസുകൾ തള്ളി. ഇന്ന് മോസർബെയർ എന്ന പേര് വിപണിയിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു. ഒരു കാലത്ത് കമ്പ്യൂട്ടർ സ്റ്റോറുകളിലെ പ്രധാന ഉൽപ്പന്നമായിരുന്ന മോസർബെയർ സിഡികളും ഡിവിഡികളും ഇന്ന് കളക്ടിബിൾസായി മാത്രം ചിലയിടങ്ങളിൽ കാണാം. ഓരോ സാങ്കേതിക വിദ്യയ്ക്കും അതിൻ്റെതായ ആയുസ്സുണ്ട്. സിഡികളുടെയും ഡിവിഡികളുടെയും കാലം കഴിഞ്ഞു. സ്മാർട്ട് ഫോണുകളും അതിവേഗ ഇന്റർനെറ്റും ക്ലൗഡ് സ്റ്റോറേജും OTT പ്ലാറ്റ്ഫോമുകളും നിറഞ്ഞ ഈ കാലത്ത് മോസർബെയറിന്റെ ഉൽപ്പന്നങ്ങൾ അപ്രസക്തമായി. മോസർബെയറിന്റെ തകർച്ച ഒരു പാഠമാണ്. അത് സാങ്കേതിക വിദ്യയുടെ വേഗതയേറിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള പാഠം, ബിസിനസ് ലോകത്തെ അതിജീവന പോരാട്ടങ്ങളെക്കുറിച്ചുള്ള പാഠം. മോസർബെയർ എന്ന ബ്രാൻഡ് ഒരു ഓർമ്മയായി മാറിയെങ്കിലും അത് അടയാളപ്പെടുത്തിയ കാലഘട്ടം ഇന്ത്യയുടെ ഡിജിറ്റൽ വളർച്ചയുടെ ഒരു പ്രധാന അധ്യായമായി എന്നെന്നും നിലനിൽക്കും. ഒരു പുതിയ കാലഘട്ടത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ ഒരു പഴയ കാലത്തിന്റെ ഓർമ്മകളെ നാം യാത്രയാക്കുന്നു. അങ്ങനെ മോസർബെയർ എന്ന പേര് ഓർമ്മപ്പെടുത്തുന്നത് വെറും ഒരു കമ്പനിയെക്കുറിച്ചല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെയും മനുഷ്യന്റെ ആവശ്യങ്ങൾ മാറുന്നതിന്റെയും ഒരു വലിയ കഥ കൂടിയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.